ഉദയസൂര്യന്റെ നാടെന്ന് നാം വിളിക്കുന്ന ജപ്പാൻ ലോകത്തിനെന്നും ഒരു വിസ്മയമാണ്. ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് ആ രാജ്യത്തിന്റേത്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആഘാതത്തിൽ നിന്നും തകർന്നുപോയ ഒരിടത്തു നിന്ന് സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിലേക്ക് ജപ്പാൻ നടന്നു കയറി. എന്നാൽ ഈ പുരോഗതിക്കൊപ്പം തന്നെ പ്രകൃതിയുടെ കൈപ്പേറിയ പരീക്ഷണങ്ങളെയും ആ രാജ്യം നിരന്തരം നേരിടുന്നുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ പസഫിക് റിംഗ് ഓഫ് ഫയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തിലെ ഏറ്റവും സജീവമായ ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ്. പസഫിക്, ഫിലിപ്പൈൻ കടൽ, യുറേഷ്യൻ, വടക്കേ അമേരിക്കൻ എന്നിങ്ങനെ 4 ഭീമൻ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്ന ജപ്പാന്റെ മണ്ണ് എപ്പോഴും അശാന്തമാണ്. 2011 ഫുകുഷിമ ദുരന്തത്തിന്റെ മുറിപ്പാടുകൾ മായും മുമ്പേ വീണ്ടും ഒരു മഹാദുരന്തത്തിന്റെ കാഹളം ജപ്പാനിൽ മുഴങ്ങുകയാണ്. പ്രകൃതിക്ഷോഭങ്ങളെ അതിജീവിക്കാനുള്ള അവരുടെ കരുത്ത് ഇപ്പോൾ മറ്റൊരു പരീക്ഷണത്തെ കൂടി നേരിടുകയാണ്. ഏപ്രിൽ 20 ജപ്പാനിലെ ഹോൺഷു ദ്വീപിനെ നടുക്കിക്കൊണ്ടാണ് 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂകമ്പം ഉണ്ടായത്. സാൻഡിക്കു തീരത്തെ പ്രഭവ കേന്ദ്രമാക്കിയുണ്ടായ ഈ ചലനം നിമിഷങ്ങൾക്കകം തീരപ്രദേശങ്ങളെ മരണഭീതിയിലാഴ്ത്തി. ഇവാട്ടെ പ്രിഫെക്ചറിൽ ഏകദേശം 40 മീറ്റർ ഉയരത്തിൽ വരെ സുനാമി തിരമാലകൾ ആഞ്ഞടിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൊക്കൈഡോ പ്രവിശ്യയും ഈ തീയുടെ രേഖയിലായിരുന്നു. ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അവസാനിക്കും മുമ്പേ കടൽ ഉൾവലിയുന്നതും പിന്നീട് രാക്ഷസ തിരമാലകളായി തിരിച്ചടിക്കുന്നതും ജപ്പാന്റെ തീരങ്ങളിൽ ഭീതി പടർത്തുകയാണ്. കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിവരങ്ങൾ. ഈ ഭൂകമ്പത്തിനു പിന്നാലെ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അതീവ ഗൌരവമുള്ള മെഗാ ക്വേക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള ഭൂകമ്പങ്ങളെയാണ് മെഗാ ക്വേക്ക് എന്ന് വിളിക്കുന്നത്. 2022 നിലവിൽ വന്ന പരിഷ്കരിച്ച സുരക്ഷാ സംവിധാനത്തിൽ നിന്നുള്ള രണ്ടാമത്തെ മുന്നറിയിപ്പാണിത്. ഇതിനു മുമ്പ് 2025 ഡിസംബർ 8 7.5 തീവ്രതയുള്ള ഭൂകമ്പത്തിന് പിന്നാലെയാണ് ആദ്യമായി ഇത്തരമൊരു അലേർട്ട് രാജ്യം കണ്ടത്. വലിയൊരു വിനാശത്തിന് മുന്നോടിയായുള്ള ലക്ഷണങ്ങൾ കണ്ടാലുടൻ ഈ സിസ്റ്റം സജീവമാകും. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകുമെന്ന് കൃത്യമായി പറയാൻ ഈ ആധുനിക സംവിധാനത്തിനും സാധിക്കും. ഭൂകമ്പങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുക എന്നത് ശാസ്ത്രലോകത്തിന് ഇന്നും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എങ്കിലും ജപ്പാൻ ഈ കാര്യത്തിൽ ലോകത്തിനൊരു മാതൃക കൂടിയാണ്. 2007 മുതൽ അവിടെ ഭൂകമ്പ മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2022 ഹെഡ്ക്വാർട്ടേഴ്സ് ഫോർ എർത്ത്ക്വേക്ക് റിസർച്ച് പ്രൊമോഷനും JMAയും ചേർന്ന് ഈ സംവിധാനം അപ്ഡേറ്റ് ചെയ്തു. ഹൊക്കൈഡോ സാൻഡിക്കു ഓഫ്ഷോർ ആഫ്റ്റർ ഷോക്ക് ഭൂകമ്പ മുന്നറിയിപ്പ് വിവരങ്ങൾ എന്നാണ് ഇതിന്റെ ഔദ്യോഗിക നാമം. ജപ്പാൻ ട്രെഞ്ച് അല്ലെങ്കിൽ ചിഷിമ ട്രെഞ്ച് പോലുള്ള ഭാഗങ്ങളിൽ 7.0 തീവ്രതയ്ക്ക് മുകളിൽ ഭൂകമ്പമുണ്ടായാൽ അതിനു പിന്നാലെ അതിനേക്കാൾ വലിയൊരു മെഗാ ഭൂകമ്പമുണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഈ സിസ്റ്റം വിശകലനം ചെയ്യും. മെഗാക്വേക്ക് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചാൽ അടുത്ത 7 ദിവസത്തേക്ക് രാജ്യം അതീവ ജാഗ്രതയിലായിരിക്കും. ജനങ്ങൾ എങ്ങനെയൊക്കെ തയ്യാറെടുക്കണമെന്ന് സർക്കാർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പെട്ടെന്ന് ഒഴിഞ്ഞുമാറാനുള്ള വഴികൾ പരിശോധിക്കുക, അടിയന്തര സാഹചര്യത്തിൽ വേണ്ട ഭക്ഷണവും വെള്ളവും ശേഖരിച്ചു വെക്കുക, വീടിനുള്ളിലെ ഭാരമുള്ള വസ്തുക്കൾ സുരക്ഷിതമാക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പോർട്ടബിൾ ശൌചാലയങ്ങൾ വരെ കരുതാൻ നിർദ്ദേശവുമുണ്ട്. ജപ്പാനിലെ ജനങ്ങൾ ഇത്തരം പരിശീലനങ്ങളിൽ പണ്ടേ മിടുക്കരായതിനാൽ ജീവഹാനി വലിയൊരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുന്നുമുണ്ട്. എങ്കിലും പ്രകൃതിയുടെ സംഹാര രൂപത്തിന് മുന്നിൽ എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഒരു പക്ഷേ വെല്ലുവിളിക്കപ്പെട്ടേക്കാം. ലോകത്തിലെ 90% ഭൂകമ്പങ്ങളും നടക്കുന്നത് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഈ മേഖലയിലാണ്. ജപ്പാന്റെ കാര്യത്തിൽ ഇത് കൂടുതൽ അപകടകരമാവുന്നത് അവിടെ 4 പ്ലേറ്റുകൾ സംഗമിക്കുന്നതുകൂടി കൊണ്ടാണ്. പ്ലേറ്റുകൾ തമ്മിൽ ഉരസുമ്പോഴും ഒന്നിനടിയിലേക്ക് മറ്റൊന്ന് പോകുമ്പോഴും ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഭൂകമ്പങ്ങളായി മാറുന്നത്. 2025 ഡിസംബറിലെ ആദ്യ മുന്നറിയിപ്പിനു ശേഷം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ രണ്ടാമത്തെ മുന്നറിയിപ്പ് ജപ്പാൻ എത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ പ്രവചനങ്ങൾക്കപ്പുറം പ്രകൃതിയുടെ വലിയൊരു നീക്കം അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഗവേഷകർ ഭയപ്പെടുന്നു. സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ പ്രകൃതിയെ പിടിച്ചുകെട്ടാൻ ജപ്പാൻ ശ്രമിക്കുമ്പോഴും ഓരോ ഭൂകമ്പവും സുനാമിയും അവരെ വിനയത്തിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ്. ഹോൺഷുവിലെ 7.7 തീവ്രത വെറുമൊരു തുടക്കം മാത്രമാണോ അതോ വരാനിരിക്കുന്ന വലിയ വിപത്തിന്റെ സൂചനയാണോ എന്ന് വരും ദിവസങ്ങൾ വ്യക്തമാക്കും. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളും ഭൂമിക്കടിയിലെ മാറ്റങ്ങളും ചർച്ചയാവുമ്പോൾ ജപ്പാൻ നൽകുന്ന ഈ മുന്നറിയിപ്പ് ലോകത്തിന് തന്നെ ഒരു താക്കീത് കൂടിയാണ്. തകരാൻ തയ്യാറല്ലാത്ത ജപ്പാൻ ജനത വീണ്ടും ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. മരണഭീതിക്കും തകർച്ചയ്ക്കുമിടയിലും അതിജീവിക്കാനുള്ള അവരുടെ ആത്മവിശ്വാസമാണിന്ന് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സുരക്ഷാ കവചം.